ഓ ഇങ്ങാരിത് ഇതുവരെയായിട്ടും എത്ര നേരമായി? അതെ എത്ര നേരമായി? ഒന്ന് തുറന്നേ. തുറക്കാം, ഒരു 10 മിനിറ്റ്. ഓ 10 മിനിറ്റ് അങ്ങേരുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞല്ലോ, ഇതുവരെ വാതിൽ തുറന്നില്ലേ? അതെ 10 മിനിറ്റ് കഴിഞ്ഞു, ആ വാതിൽ അങ്ങ് തുറന്നേ. ഇപ്പൊ തുറക്കാന്നേ, ഒരു 10 മിനിറ്റ് കൂടെ. 10 മിനിറ്റ് ഞാൻ വേണേ പറഞ്ഞോണ്ടല്ലോ. 20 മിനിറ്റും കഴിഞ്ഞു. എന്റെ പൊന്നെ ഇതുവരെ തുറന്നില്ല. നിങ്ങക്ക് വല്ല തുറക്കാൻ ഉദ്ദേശമുണ്ടോ? ഒന്ന് തുറക്കാനേ. സമ്മതിക്കൂല, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? അങ്ങേരും ഒരു 10 മിനിറ്റ്. ഇനി തുറന്നില്ല ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. അരമണിക്കൂറായി, ഇനി വാതിൽ തുറന്നേ. വാതിൽ തുറക്കാനേ. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ മറ്റേ? ഇല്ല, ഇതിപ്പോ ഏത് ഷർട്ട് ഇടണം ഏത് മുണ്ടെടുക്കണം ആകെ ഒരു കൺഫ്യൂഷൻ. 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി, എന്നിട്ട് ഇതുവരെ ഡ്രസ്സും ചെയ്തിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരു കൺഫ്യൂഷൻ. പാന്റ് ഇടണോ വെള്ളം കൊണ്ട് എടുക്കണോ അതേ കോടി കൊണ്ട് എടുക്കണോ? പച്ച ഷർട്ട് ഇടണോ മഞ്ഞ ഷർട്ട് ഇടണോ അതേ വെള്ള ഷർട്ട് ഇടണോ? മൊത്തം കൺഫ്യൂഷൻ. ഞാൻ ഇവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി, എന്നിട്ട് നിങ്ങൾക്ക് റെഡി ആവാൻ പറ്റിയിട്ടില്ല. പച്ച ഷർട്ട് എന്തോ എങ്ങനെ? സാധാരണ നേരെ തിരിച്ചാണല്ലോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, നീ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു ദിവസം ഞാൻ ഒരു അരമണിക്കൂർ നിന്നപ്പോ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോ എന്താണാവോ മദാമ നേരത്തെ റെഡി ആയത്? അതെന്റെ മാമിയുടെ മോളുടെ കല്യാണം ആയതുകൊണ്ട്. അതാണ്, നിന്റെ കുടുംബക്കാരുടെ കല്യാണം ആവുമ്പോ നീ നേരത്തെ റെഡിയാവും. എന്നിട്ട് നീ അവിടെ പോയി എല്ലാവരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കും. അതിനൊക്കെ ഒരു കുഴപ്പം. നീ എന്റെ കുടുംബക്കാരുടെ കല്യാണം ആണെങ്കിലോ ആ ഒരുങ്ങാൻ 1 മണിക്കൂർ പോരാ. അതും പോരാത്തതിന് കല്യാണത്തിന് മുഹൂർത്തം ആവുമ്പോഴേ അവിടെ ചെല്ലുള്ളൂ. അതും കറക്റ്റ് അല്ല ഇട്ടുണ്ടാ നേരത്തെ. ഞാനാണെങ്കിൽ ആ കല്യാണത്തിന് നേരത്തെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. എന്റെ അവസ്ഥ, എന്റെ കുടുംബക്കാരുടെ കല്യാണമാണെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കണം. ഇനി നിന്റെ കുടുംബക്കാരുടെ കല്യാണമാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് അല്ലെ ആ കുടുംബക്കാരുടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം. എവിടെയായാലും എന്റെ അവസ്ഥ ഒറ്റയ്ക്ക് തന്നെ. നിങ്ങൾ എന്തിനാ എന്റെ കുടുംബക്കാരൻ നിങ്ങളുടെ കുടുംബക്കാരൻ തിരിച്ചു പറയണേ? ഇല്ല, ഞാൻ എന്റെ ഒരു അവസ്ഥ പറഞ്ഞേ. അവസരം കിട്ടുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നീ ചെല്ല, ഞാൻ ഒരു 10 മിനിറ്റുള്ളിൽ റെഡി ആവാം. 10 മിനിറ്റുള്ളിൽ വന്നേക്കാം, കറക്റ്റ് 10 മിനിറ്റുള്ളിൽ വന്നേക്കാം. തിരിച്ചു വന്നിട്ട് ഇങ്ങാരുടെ നെഞ്ചത്ത് കയറി സൂംബ ഡാൻസ് കളിക്കണുണ്ട് ഞാൻ. അരമണിക്കൂറായി, നീ ഇതുവരെ റെഡി ആയില്ലേ? എടി കല്യാണത്തിന് പോണ്ടേ? നീ എന്താ ഈ ആലോചിച്ചിരിക്കണേ? ഇവക്കെന്താ ചെവി വെക്കില്ലേ? എടി നിങ്ങൾ ഒച്ച എടുക്കണ്ട, ഞാൻ ആകെ ധർമ്മസങ്കടത്തില. കല്യാണത്തിന് പോകണം, മൂടൊക്കെ പോയി. ഏത് സാരിയാ വേണ്ട തീരുമാനമായില്ലേ? അപ്പൊ ഈ റെഡിയായി ഞാൻ ആരായി? സാരി അല്ല മനുഷ്യ പ്രശ്നം, സാരി ഉടുത്തത് എങ്ങനെ ചെയ്യുന്നുള്ളതാ പ്രശ്നം. സാരി ഉടുത്ത് എന്ത് ചെയ്യണ കാര്യം നീ പറഞ്ഞേ? നാളെ മുതൽ സ്കൂളിൽ സൂംബ ചെയ്യണമെന്നും പറഞ്ഞത് മെസ്സേജ് വന്നേക്കുക. എനിക്കാണെങ്കിൽ സൂംബയുടെ ABCD അറിയില്ല, അതുകൊണ്ട് കല്യാണത്തിന് പോകാനുള്ള മൂടും പോയി. നീ വേഗം റെഡി ആയിട്ട് വന്നേ, അപ്പുറത്തെ വീട്ടിൽ പ്രകാശിന് ഭാര്യ ഇങ്ങോട്ട് വരും പോകാൻ വേണ്ടി. എന്റെ മനുഷ്യ ആ ഡാൻസ് ഒക്കെ കളിക്കണേ വലിയ പാടാ. എന്ത് പാട്? 2 ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്താലേ പഠിക്കാൻ പറ്റും. നീ വേഗം ഡ്രസ് മാറ്. സൂംബ ഏതാ തൂമ്പ ഏതാന്ന് അറിയാൻ മേലാത്ത ആളാണ് സൂംബയെ കുറിച്ച് പറയുന്നത്. ഞാനേ ഒരു 500 രൂപ അങ്ങ് എടുത്തു തരാം, ഒന്ന് സൂംബ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ 500 രൂപയ്ക്കില്ല സൂംബയാണ്. നീ വേഗം ഡ്രസ് മാറ്. എന്നാ ഒരു 1000 രൂപ തരാം, ഒന്ന് സൂംബ ചെയ്ത് കാണിച്ചു. 1000 രൂപ? എടി അവർ വന്ന് ഇവിടെ കല്യാണം വിളിച്ചിട്ട് പോയതല്ലേ, ചെല്ലണം വരെ നമുക്കില്ലേ. നീ വേഗം ഡ്രസ് മാറിയേ. ശരി, എന്നാ ഒരു ഫുള്ള് മേടിച്ചു തന്നേക്കാം, നിങ്ങളൊന്ന് സൂംബ ചെയ്ത് കാണിച്ചു. ഒരു ഫുൾ വാങ്ങിച്ചില്ലേ? അടുത്ത് ബ്രേക്ക് ഡാൻസ്. ഇനി അടുത്ത നാടൻ പാട്ട്. അല്ല മനുഷ്യ, അപ്പൊ കല്യാണത്തിന് പോണ്ടേ? കല്യാണമൊക്കെ പിന്നെ ഞാനൊന്ന് വേർത്തു. നിർജ്ജലീകരണം. വല്ലാത്ത ദാഹം. നീ ഒരു ഫുള്ളിന് പൈസ കാട്ടെ. എടാ പ്രകാശ, നീ വേഗം പാടാ, ഒരു കോളത്തിട്ടുണ്ട് ഒരു ഫുള്ളിനുള്ള സൂപ്പ കാരണം അങ്ങനെ കോള് കിട്ടി. ഓടി പാടാ. ദൈവമേ, അപ്പൊ ഇന്ന് അവൾ എന്റെ നെഞ്ചത്ത് കയറി സൂമ്പ കളിച്ചത് തന്നെ.